വളരെ സിമ്പിൾ ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു വാനില സ്പഞ്ച് കേക്കിന്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിനായിട്ട് ആവശ്യമായിട്ടുള്ളത് 1 കപ്പ് മൈദയാണ്. അതൊരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ 1 സ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. 2-3 പ്രാവശ്യമായിട്ട് അരിച്ചെടുക്കാം. ഇനി ഒരു ബൗളിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 സ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ബീറ്റ് ചെയ്യുന്ന സമയത്ത് കുറച്ചായിട്ട് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം. കറക്റ്റ് ഒരു 1/4 കപ്പ് പഞ്ചസാരയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പൊടിച്ച പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് കുറച്ചായി ചേർത്ത് കൊടുത്ത് നല്ല ഫ്ലഫി ആവുന്നവരെ നന്നായിട്ട് ഇതിനെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇലക്ട്രിക് ബീറ്റർ ഇല്ലാന്നുണ്ടെങ്കിൽ അതിന് പകരമായിട്ട് ഹാൻഡ് വിസ്കോ അല്ലെങ്കിൽ മിക്സിയിലോ ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 4 സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. സൺഫ്ലവർ ഓയിലിന് പകരമായിട്ട് ബട്ടർ വേണമെന്നുണ്ടെങ്കിലും ചേർത്ത് കൊടുക്കാം. ഓയിൽ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഓവറായിട്ട് ബീറ്റ് ചെയ്യേണ്ട. ഇനി ഒരു 1/4 കപ്പ് ബട്ടർ മിൽക്കാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കുമ്പോൾ കുറച്ചായിട്ട് ബട്ടർ മിൽക്ക് കൂടി ചേർത്ത് കൊടുത്ത് നമുക്കിതൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്യുമ്പോൾ ഒരു ഡയറക്ഷനിൽ തന്നെ മിക്സ് ചെയ്യുക. 3-4 പ്രാവശ്യമായിട്ട് നമ്മൾ മൈദ മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഫോൾഡ് ചെയ്തെടുക്കാം. ഓരോ പ്രാവശ്യം മൈദ മിക്സ് ഇട്ട് കൊടുക്കുമ്പോഴും കുറച്ചായിട്ട് പാല് ബട്ടർ മിൽക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ബട്ടർ മിൽക്ക് ഇല്ലെങ്കിൽ പാല് ചേർത്ത് കൊടുത്താലും മതിയാവും. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് അവസാനമായിട്ട് ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂൺ വിനീഗർ ആണ്. ഇത് കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊരു കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു വെക്കാം. കേക്ക് ടിന്ന് ഓയിൽ കൊണ്ട് ചെറുതായിട്ടൊന്ന് ഗ്രീസ് ചെയ്തതിന് ശേഷം അതിലേക്ക് 1 സ്പൂൺ മൈദ ഇട്ട് കൊടുത്ത് നമുക്ക് എല്ലായിടും ഒന്ന് കവർ ചെയ്തെടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ ബട്ടർ പേപ്പർ വെച്ച് കൊടുത്താലും മതിയാവും. ഇനി ഇതിലേക്ക് നമുക്കിത് കേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മളിത് കുക്കറിലാണ് ചെയ്തെടുക്കുന്നത്. സാധാരണയായിട്ട് ഓവൻ ഇല്ലാതെ എങ്ങനെ ചെയ്തെടുക്കുമെന്ന് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിത് കുക്കറിലാണ് ചെയ്തെടുക്കുന്നത്. കുക്കറിലേക്ക് ഒരു സ്റ്റാൻഡ് ഇറക്കി വെച്ച് കൊടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ കുക്കറിൻ്റെ അടിയിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം ഒരു സ്റ്റാൻഡ് ഇറക്കി വെച്ച് കൊടുക്കാം. ഇനി ഈ കേക്ക് ടിന്നെ ഇറക്കി വെച്ച് ഒരു 25 മുതൽ ഒരു 30 മിനിറ്റ് വരെ നമുക്കിതൊന്ന് അടച്ചു വെച്ച് ബേക്ക് ചെയ്തെടുക്കാം. കുക്കറിൻ്റെ വാഷറും വെയിറ്റ് ഊരി മാറ്റിയതിന് ശേഷം വേണം ബേക്ക് ചെയ്തെടുക്കാനായിട്ട്. ഇപ്പോൾ ഒരു 30 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നല്ലപോലെ കേക്ക് വെന്ത് വന്നിട്ടുണ്ട്. കേക്കിൻ്റെ ചൂട് നല്ലപോലെ ആറിയതിന് ശേഷം നമുക്കിതൊന്ന് ഡിമോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാവരും തന്നെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.